എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കൊല്ലം ശബരിമലയ്ക്ക് പോകുന്നവർക്ക് BSNLന്റെ സൗജന്യ വൈഫൈ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു മണ്ഡലകാലം കൂടി എത്തുകയാണ്. അയ്യനെ കാണാനും അനുഗ്രഹവും തേടാനും എത്തുന്ന ഭക്തരെ വരവേൽക്കാൻ പമ്പയും ശബരിമല കാടുകളും സന്നിധാനവും മാത്രമല്ല BSNLും തയ്യാറെടുത്തു. തീർത്ഥാടകർക്ക് ഈ വർഷം ശബരിമലയിൽ സൗജന്യ വൈഫൈ കണക്ടിവിറ്റി BSNL ഉറപ്പാക്കി കഴിഞ്ഞു. ഇതിനായി പ്രധാന കേന്ദ്രങ്ങളായ നിലക്കൽ, പമ്പ, സന്നിധാനം എന്നിവിടങ്ങളിൽ അരമണിക്കൂർ സൗജന്യമായി ഇന്റർനെറ്റ് കിട്ടുന്ന വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ BSNL സജ്ജമാക്കിയിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ചേർന്നുകൊണ്ടാണ് BSNL അയ്യപ്പ ഭക്തർക്കായി ഈ സൗജന്യ വൈഫൈ സേവനം ഒരുക്കിയിരിക്കുന്നത്. BSNL സൗജന്യ വൈഫൈയിലേക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഫോണിൽ വൈഫൈ ഓണാക്കി ലഭ്യമായ നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുമ്പോൾ BSNL വൈഫൈ എന്നത് കാണാനാകും. ഇത് സെലക്ട് ചെയ്യുമ്പോൾ കണക്ട് ചെയ്യാനായി മൊബൈൽ നമ്പർ നൽകുമ്പോൾ OTP വരും. ഇത് നൽകിയാൽ വൈഫൈ കണക്റ്റ് ആകും. അരമണിക്കൂർ നേരത്തേക്കാണ് ഈ BSNL വൈഫൈ സൗജന്യമായി ഉപയോഗിക്കാനാവുക. ഈ സമയപരിധി കഴിഞ്ഞിട്ടും നെറ്റ്വർക്ക് വേണമെങ്കിൽ നിശ്ചിത തുക നൽകി റീചാർജ് ചെയ്താൽ ഉപയോഗം തുടരാൻ സാധിക്കും. പമ്പയിലും നിലക്കലും എല്ലായിടത്തും സന്നിധാനത്ത് ശരംകുത്തി മുതലുമായിരിക്കും BSNLന്റെ ഈ സൗജന്യ വൈഫൈ കിട്ടുക. വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉപയോഗിച്ച് ഇന്ത്യയിൽ എവിടെയും ഡാറ്റ ലഭ്യമാക്കുന്ന BSNLന്റെ ദേശീയ വൈഫൈ റോമിംഗ് സേവനവും ഇത്തവണ ശബരിമലയിലെ 3 ഇടങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിനായി BSNL ഫൈബർ കണക്ഷൻ ഉപയോക്താക്കൾ മുകളിൽ കാണുന്ന ഈ പോർട്ടിലോ BSNL വൈഫൈ റോമിംഗ് എന്ന വൈഫൈ പോയിന്റിലോ രജിസ്റ്റർ ചെയ്യണം. BSNL ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നാഷണൽ വൈഫൈ റോമിംഗ് സേവനം ആരംഭിച്ചത്. ഇന്ത്യയിലെ മറ്റൊരു ഇന്റർനെറ്റ് സേവനദാതാവും ഇത്തരമൊരു സൗകര്യം തങ്ങളുടെ വരിക്കാർക്ക് നൽകിയിട്ടില്ല. ഈ സൗകര്യമുള്ളത് BSNL മാത്രമാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ഇന്ത്യയിലെ ഏത് ഗ്രാമത്തിൽ പോയാലും ഉപയോക്താക്കൾക്ക് അവരുടെ വീട്ടു കണക്ഷൻ ഉപയോഗിച്ച് ഡാറ്റ ലഭ്യമാകും എന്ന് BSNL പറയുന്നു. ശബരിമലയിലെ തീർത്ഥാടകർക്ക് ആവശ്യമായ മൊബൈൽ കവറേജ് ഉറപ്പാക്കാനും BSNL നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് BSNL അധികൃതർ പറയുന്നു. BSNLന്റെ ഈ നടപടി തീർത്ഥാടകർക്ക് ഏറെ ആശ്വാസമാകും എന്നാണ് കരുതപ്പെടുന്നത്. വൻ തിരക്കിനിടയിൽപ്പെട്ട് കൂട്ടം തെറ്റുമ്പോഴും മറ്റും സുരക്ഷിതമായി ഒത്തുചേരാനും ഇത് തീർത്ഥാടകരെ സഹായിക്കും. അതേസമയം രാജ്യവ്യാപകമായി 4G സേവനം ആരംഭിക്കുന്നതിനുള്ള നടപടികളും BSNL അതിവേഗം മുന്നോട്ട് പോകുന്നുണ്ട്. ലക്ഷ്യമിട്ട 1 ലക്ഷം 4G സൈറ്റുകളിൽ പാതി ദൂരം BSNL പിന്നിട്ടതായി ദീപാവലി ദിനത്തിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിലും ഇത്രയും വേഗം 4G എത്തിക്കാൻ BSNL ശ്രമിച്ചു വരുന്നു. ജിയോ, എയർടെൽ, VI എന്നീ എതിരാളികളോട് മത്സരിക്കണമെങ്കിൽ BSNL 4G അനിവാര്യമാണ്. ഇതിൽ ജിയോയും എയർടെലും 5G വ്യാപനം വരെ പൂർത്തിയാക്കാറായി. VI ഉടൻ 5G വ്യാപനം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുമുണ്ട്. 4G വ്യാപനം 2025 മാർച്ചിൽ പൂർത്തിയാക്കി ജൂൺ ജൂലൈ മാസത്തോടെ 5G ആരംഭിക്കാനുള്ള ശ്രമം BSNL നടത്തുന്നുമുണ്ട്. നിലവിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 4G ടെക്നോളജിയാണ് BSNL ഉപയോഗിക്കുന്നത്. 5G സാങ്കേതികവിദ്യയും അങ്ങനെ തന്നെയാണ്. 5G വ്യാപനം പൂർത്തിയായാലുടൻ അതിവേഗം 5Gയിലേക്ക് മാറാനും കഴിയും വിധമാണ് ഈ 5G വ്യാപനം രൂപകൽപ്പന ചെയ്ത് നടപ്പാക്കി വരുന്നത് എന്ന് BSNL അറിയിച്ചിട്ടുണ്ട്. അതിനാൽ അടുത്ത വർഷം പകുതിയോടെ BSNL 5G ലഭ്യമായി തുടങ്ങിയേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക.